ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഒട്ടും തന്നെ ഓയിലും ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ സവാള വഴറ്റി കഷ്ടപ്പെടുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പിന്നെ ഇത് ഡയറ്റുകാർക്കൊക്കെ വളരെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ബയോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കൂട്ടൊന്ന് റെഡിയാക്കണം. അതിന് ഞാനൊരു വലിയ ജാറ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാളയെക്കാളും കൂടുതൽ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20ഓളം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു അരക്കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. ഇത് നല്ല പുളിപ്പ് കുറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഒരുപാട് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ പുളിപ്പ് കുറഞ്ഞ തൈര് ചേർത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ദാണ്ട വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ കറി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്നും ചേർക്കണ്ട. ഇതിങ്ങനെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഈ സമയത്ത് ചേർക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ എണ്ണ ചേർക്കാതൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇതിൽ എണ്ണ ചേർത്തിട്ടില്ലെന്ന് തോന്നിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നന്നായിട്ട് ഈ മസാലയും തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണേ. അപ്പോൾ ദാണ്ട് ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ സമയം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മസാലയായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. വയറ്റിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, സിമ്പിളാണ്. പക്ഷെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് അങ്ങനെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടേ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ചിക്കനൊക്കെ അത്യാവശ്യം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. കണ്ടോ, എണ്ണ പോലെ തെളിഞ്ഞ് നിൽപ്പുണ്ട് ചിക്കനകത്ത്. ആ ചിക്കനകത്ത് നിന്ന് തന്നെ ഒരു എണ്ണയുടെ ഒരു അംശം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടേ ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാനിതിൽ കറിവേപ്പിലയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി വളരെ കുറച്ച് വേവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ അത്രയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇതിൻ്റെ വേവിനി. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ദാണ്ട് നമുക്കിനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നിൽക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് കട്ടിയുള്ള ഒരു അരക്കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇത് ചേർക്കാതെ തന്നെ ഈ കറി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തതേ ഉള്ളൂ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ്ടേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.